ഒരുപാട് പേര് ചോദിച്ചതാണ് എന്റെ മോളുടെ വെയിറ്റ് എത്രയാണെന്ന് കമന്റ്സിലൊക്കെ ഉണ്ടായിരുന്നു. എന്റെ മോൾക്ക് പഴുത്ത പപ്പായ, പഴുത്ത പൈനാപ്പിള്, ഡേറ്റ്സ്, ഈ ഷുഗർ ഉള്ളവർക്ക് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു മെത്തേഡാണോ ഈ ഒരു കുമ്പളങ്ങ ജ്യൂസ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ ഒരു മോസ്റ്റ് റിക്വസ്റ്റിംഗ് വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ ഞാൻ ഈ നോർമൽ ഡെലിവറിക്കായിട്ട് എടുത്ത ഡയറ്റ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒരു നോർമൽ ഡെലിവറി പോസിബിൾ ആവാനായിട്ട് എക്സസൈസ്, ഡയറ്റ്, ഇതിനൊക്കെ ഇത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഞാൻ അറിയുന്നത് ഡോക്ടർ മധുജയിലൂടെയാണ്. ഞാൻ എക്സസൈസിന്റെ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പൊ അതൊന്ന് കയറി കാണുകയാണെന്നുണ്ടെങ്കിൽ എക്സസൈസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഡയറ്റിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ യാതൊരു വിധത്തിലുള്ള ഡയറ്റും ഫോളോ ചെയ്തിരുന്നില്ല. മോസ്റ്റ്ലി എല്ലാ പ്രഗ്നന്റ് ലേഡീസിന് ഉണ്ടാവുന്ന പോലെ തന്നെയുള്ള വോമിറ്റിംഗ് ബുദ്ധിമുട്ടുകൾ, ഭക്ഷണം വേണ്ടായക, വാട്ടർ ഇൻടേക്ക് ഇല്ലായക, ഇതെല്ലാം എനിക്കും ഉണ്ടായിരുന്നു. മാത്രമല്ല ഒരു ഡയറ്റ് വേണം എന്നുള്ളത് എനിക്ക് ആ സമയത്ത് കൺസൾട്ട് ചെയ്ത ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല. നോർമലി ഞാൻ കഴിക്കുന്ന ഫുഡിനേക്കാളും വളരെ കുറവായിരുന്നു എൻ്റെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം. ഈ ഒരു വോമിറ്റിംഗ് ടെൻഡൻസി ഉള്ളതുകൊണ്ട് തന്നെ മോസ്റ്റ്ലി എനിക്കൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. 3-3.5 മാസത്തോളം എനിക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. 4th മന്തിലാണ് ഞാൻ ഡോക്ടർ മധുജയെ കൺസൾട്ട് ചെയ്യുന്നതും ഡോക്ടറാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു നോർമൽ ഡെലിവറി നോക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ഡയറ്റും കൂടി ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എൻ്റെ ഒരു VBAC ഡെലിവറി ആയിരുന്നു എന്നുള്ളത്. ഞാൻ ഈ ഫോളോ ചെയ്ത ഡയറ്റ് ഒരു സിസേറിയന് ശേഷം നോർമൽ ഡെലിവറി നോക്കുന്ന ആളുകൾക്ക് മാത്രമല്ല, ഫസ്റ്റ് ടൈം ഒരു നോർമൽ ഡെലിവറി നോക്കുന്ന ആളുകൾക്കും കൂടി ഫോളോ ചെയ്യാവുന്ന കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമുക്കൊരു നോർമൽ ഡെലിവറി പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ ബേബിയുടെ വെയിറ്റ് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരുപാട് ബേബിയുടെ വെയിറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നോർമൽ ഡെലിവറി പോസിബിൾ ആവില്ല എന്നുള്ളതാണ് ഫസ്റ്റ് ഡോക്ടർ എൻ്റെ അടുത്ത് കൺസേൺ ആയിട്ട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡ്സ് എല്ലാം ബേബിക്ക് വേണ്ട പ്രോട്ടീൻസും കാര്യങ്ങളും എല്ലാം കിട്ടാൻ വേണം. എന്നാൽ ഒരുപാട് വെയിറ്റ് കൂടുന്ന ഫുഡ്സ് നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടും വരും. മോസ്റ്റ്ലി മിക്ക പ്രഗ്നന്റ് ലേഡീസും കഴിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. 2 പേരുണ്ട് എന്നുള്ള രീതിയിൽ കഴിക്കുന്ന ഭക്ഷണം ട്വൈസ് ചെയ്ത് കഴിക്കും. അതിന്റെ നമ്മൾ നോർമലി കഴിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് 2 പേരുണ്ട് എന്നുള്ള രീതിയിൽ ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. ആ ഒരു പ്രവണത ഫസ്റ്റ് തന്നെ അവോയ്ഡ് ചെയ്യാനാണ് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഞാൻ പറഞ്ഞല്ലോ വോമിറ്റിംഗ് ഒക്കെ ആയതുകൊണ്ട് ഭക്ഷണം വളരെ കുറവായിരുന്നു. അതിൽ നിന്നൊന്നും മെച്ചപ്പെട്ട് വരുന്ന സമയത്താണ് ഞാൻ ഡോക്ടർ മധുജയെ വിസിറ്റ് ചെയ്യുന്നത്. സോ ആ സമയത്ത് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്, ഞാൻ എന്താണോ കഴിച്ചുകൊണ്ടിരുന്നത് അതിന്റെ കുറച്ചൊരു 75% ആണ് ഞാൻ കഴിച്ചത്. പിന്നീട് അത് സ്പ്ലിറ്റ് അപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. പ്രഗ്നൻസിക്ക് മുൻപ് ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, ലഞ്ച് കഴിക്കും, ഈവനിങ്ങിൽ എന്തെങ്കിലും കഴിക്കും, ഡിന്നർ കഴിക്കും, ഇങ്ങനെയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. അത് ഞാൻ പ്രഗ്നന്റ് ആയപ്പോൾ മുതൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് കഴിക്കാൻ തുടങ്ങി. അതായത് ഒരു 2 hours കൂടിയിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കഴിക്കാൻ തുടങ്ങി. ഈ 2 പേർക്കുള്ള ഭക്ഷണം എന്നുള്ളൊരു ക്വാണ്ടിറ്റി ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഞാൻ എനിക്ക് എന്താണോ വേണ്ടത് അത്ര മാത്രമാണ് കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഡോക്ടർ എൻ്റെ അടുത്ത് ഫസ്റ്റ് കൺസേൺ ആയിട്ട് പറഞ്ഞത് ബേബിയുടെ വെയിറ്റ് ഇൻക്രീസ് ചെയ്യാതെ നോക്കാന്നുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു പ്രഗ്നൻസി പീരീഡിൽ ഞാൻ ഏത്തപ്പഴം എന്ന് പറയുന്നത് കൈകൊണ്ട് തൊട്ടിട്ടില്ല എന്ന് തന്നെ പറയാം. ഏത്തപ്പഴം ഞാൻ പൂർണ്ണമായിട്ടും ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ മീറ്റ്, അതുപോലെ തന്നെ ഫിഷ്, ഇതെല്ലാം നോർമലി നമ്മൾ കഴിക്കുന്ന പോലെ തന്നെ കഴിക്കുന്നുണ്ടായിരുന്നു. വെജിറ്റബിൾസ് ഇതെല്ലാം. പിന്നെ നമ്മളുടെ പ്രഗ്നൻസിയിൽ ബേബിക്ക് വെയിറ്റ് കൂടാനായിട്ട് ഇൻക്രീസ് ചെയ്യുന്ന മറ്റൊരു സംഭവമാണ് ഷുഗർ. എൻ്റെ അടുത്ത് ഒരു വീഡിയോയിൽ ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മോനെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്തും ഇപ്പൊ മോളെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്തും ക്രേവിങ്സ് എന്തിനോടായിരുന്നു എന്നുള്ളത്. എനിക്ക് മോന്റെ സമയത്ത് ഭയങ്കര സ്പൈസിനെസ് ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു. പക്ഷെ മോളുടെ സമയമായപ്പോൾ ഫ്രം ദ ഫസ്റ്റ് മുതലേ ഞാൻ സ്വീറ്റിന്റെ ഒരു ആളായിട്ട് മാറി. എൻ്റെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഫുഡ് കഴിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ആൽപ്പൻലീബെ, അതുപോലെ തന്നെ നമ്മുടെ പോപ്പിൻസ്, ഇതൊക്കെയായിരുന്നു എൻ്റെ പ്രധാന ഭക്ഷണങ്ങൾ. ഇതെപ്പോഴും എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവുമായിരുന്നു. അപ്പം ഡോക്ടർ ഷുഗർ കട്ട് ഓഫ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഷുഗർ, ഏത്തപ്പഴം, ഇതൊക്കെ നമുക്ക് ബേബിക്ക് വെയിറ്റ് ഇൻക്രീസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പുറത്തെ ഫുഡ്സ് എല്ലാം അവോയ്ഡ് ചെയ്തിട്ട് നോർമലി നമ്മുടെ വീട്ടിലുള്ള ഫുഡ്സ് തന്നെയാണ് കൂടുതൽ കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ചോറ്, ഉച്ചയ്ക്ക് മാത്രം ചോറ് കഴിക്കും. രാത്രി ചോറ് എന്നുള്ളത് കട്ട് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും പലഹാരമായിട്ടൊക്കെയാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്.
സെക്കൻഡ് ട്രൈമസ്റ്ററിന് തേർഡ് ട്രൈമസ്റ്ററിലേക്ക് എത്തിയപ്പോഴും ഡോക്ടറിന്റെ കൺസേൺ എന്ന് പറയുന്നത് നമുക്ക് ബേബിയുടെ വെയിറ്റ് ഇൻക്രീസ് ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. ഹെൽത്തി വെയിറ്റ് ഉള്ള ബേബി എന്ന രീതിയിൽ മാത്രമാണ് ഡോക്ടർ പറഞ്ഞത്. ഫുഡ് ഭയങ്കരമായിട്ട് കുറയ്ക്കുക അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കൂട്ടുക ഇങ്ങനത്തെ ഒരു രീതിയിലല്ല ഉണ്ടായിരുന്നത്. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് ഒക്കെയാണ് കൂടുതലും കഴിക്കാനായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ ഈ ഷുഗർ കൂടുതൽ കഴിച്ചുകൊണ്ട് തന്നെ ആവാം എനിക്ക് തോന്നുന്നു. എനിക്കൊരു ഷുഗറിന്റെ ഒരു കട്ട് ഓഫ് ഉണ്ടായിരുന്നു. ഫാസ്റ്റിംഗിൽ എനിക്ക് 100 ആയിരുന്നു ഷുഗർ വാല്യൂ വന്നിരുന്നത്. 95 ആയിരുന്നു എനിക്ക് ഡോക്ടറെ കട്ട് ഓഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് എത്രമാത്രം ഷുഗർ കൺട്രോൾ ചെയ്യാൻ നോക്കിയാലും എനിക്ക് ഈ പറഞ്ഞ പോലെ പ്രഗ്നൻസിയിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഈ കേക്ക്, പേസ്ട്രീസ് ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ധാരാളമായിട്ട് കഴിക്കുമായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്തായിരുന്നു. മറ്റുള്ള നമ്മൾ ചായയില് അല്ലെങ്കിൽ ജ്യൂസിലൊക്കെ ഷുഗർ ആഡ് ചെയ്യണതെല്ലാം പൊതുവെ ഒഴിവാക്കി. ഇതിനിടയിൽ എനിക്ക് ഒരു തവണ ഡോക്ടർ പറഞ്ഞായിരുന്നു അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കുറച്ച് കുറഞ്ഞതായിട്ട് പറഞ്ഞിരുന്നു. അപ്പം ഫ്ലൂയിഡ് ലെവൽ കുറവായതുകൊണ്ട് തന്നെ കരിക്കിന്റെ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ ഓക്കെ ആവുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ ഷുഗർ ഒരു കൺസേൺ ആയിട്ട് നിന്നതുകൊണ്ട് തന്നെ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു ഫ്ലൂയിഡ് കുറവാണ്, അപ്പോൾ നമുക്ക് കുമ്പളങ്ങ ജ്യൂസ് എടുത്തിട്ട് അതിൽ ലൈം സ്ക്യൂസ് ചെയ്തിട്ട് ഉപ്പിട്ടിട്ട് കുടിക്കാൻ പറഞ്ഞു. അപ്പൊ അതൊരു ഫ്രഷ് ലൈമിന്റെ ഒരു ഫ്ലേവർ തന്നെയാണ് ആ സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ ഞാൻ കുറച്ച് കുടിക്കുമായിരുന്നു. ഈ ഷുഗർ ഉള്ളവർക്ക് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു മെത്തേഡാണല്ലോ ഈ ഒരു കുമ്പളങ്ങ ജ്യൂസ്. ഈ ഒരു ടൈമിലൊക്കെ ഞാൻ ഫുഡില് പാല്, മുട്ട അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏത്തപ്പഴം ഷുഗർ ആയിരുന്നു മോസ്റ്റ്ലി ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന സാധനങ്ങള്. പിന്നെ നട്ട്സ് ഒക്കെ ഞാൻ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ചെറുതായിട്ട്, സെക്കൻഡ് ട്രൈമസ്റ്ററിലൊക്കെ കഴിച്ചിട്ടുണ്ട്. തേർഡ് ട്രൈമസ്റ്റർ ആയപ്പോഴേക്കും അതൊക്കെ ഞാൻ അവോയ്ഡ് ചെയ്തു. പാലിൽ മറ്റുള്ള സപ്ലിമെന്റ്സ് ഒന്നും ഇട്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, അല്ലാതെ തന്നെയാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. തേർഡ് ട്രൈമസ്റ്റർ ആയപ്പോൾ എന്റെ പ്രധാന ഭക്ഷണം എന്ന് പറഞ്ഞത് നമ്മുടെ വീട്ടിലുള്ള കാരണവന്മാരൊക്കെ ഏറ്റവും കൂടുതൽ നമ്മളോട് അവോയ്ഡ് ചെയ്യാൻ പറയുന്ന സാധനങ്ങളാണ് പഴുത്ത പപ്പായ, പഴുത്ത പൈനാപ്പിള്, ഡേറ്റ്സ് ഞാൻ സെക്കൻഡ് ട്രൈമസ്റ്റർ മുതൽ ഡോക്ടറിന്റെ അഡ്വൈസോട് കൂടി തന്നെ കഴിക്കുന്ന ഒരു സംഭവമായിരുന്നു. അത് ക്വാണ്ടിറ്റി കൂട്ടി വന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഒക്കെ ആയപ്പോൾ ഒരു 20-25 എന്നൊക്കെ പറയുന്ന രീതിയിൽ ഞാൻ നന്നായിട്ട് ഡേറ്റ്സ് കഴിച്ചിട്ടുണ്ട്. 20-25 നമ്പറാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഏറ്റവും കൂടുതൽ മറ്റുള്ള ഫുഡ്സ് ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഈ ഡേറ്റ്സ് ഒക്കെ ഞാൻ നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. പിന്നെ പൈനാപ്പിള്, പപ്പായ, പഴുത്ത പൈനാപ്പിള്, പപ്പായ മോസ്റ്റ്ലി എല്ലാവരും അവോയ്ഡ് ചെയ്യാൻ പറയുന്ന സംഭവങ്ങളാണ്. ഇതിൽ എന്തോ ഒരു ബ്രോമലൈൻ എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു സംഭവം ഉണ്ട്. അതാണ് നമുക്ക് നമ്മളുടെ സെർവിക്സ് സോഫ്റ്റ് ആവാനൊക്കെ ആയിട്ടാണ് ഇതെല്ലാം കഴിക്കാനായിട്ട് പറയുന്നത്. സോ ഇതെല്ലാം ഇത് മൂന്നും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. പൈനാപ്പിള്, പപ്പായ, ഡേറ്റ്സ്. ഒരുപാട് പേര് ചോദിച്ചതാണ് എന്റെ മോളുടെ വെയിറ്റ് എത്രയാണെന്ന് കമന്റ്സിലൊക്കെ ഉണ്ടായിരുന്നു. എന്റെ മോൾക്ക് 3.090 ആയിരുന്നു എന്റെ മോളുടെ വെയിറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഒരു ഹെൽത്തി വെയിറ്റ് ആയിരുന്നു, മറ്റുള്ള ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പ്രോപ്പർലി ഞാൻ ഈ ഒരു ഡയറ്റ്, എക്സസൈസസ് അതെല്ലാം കീപ്പ് ചെയ്തതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഒരു നോർമൽ ഡെലിവറി, നാച്ചുറൽ ആയിട്ട് തന്നെ നോർമൽ ഡെലിവറി പോസിബിൾ ആയതെന്ന് പറയാം. പിന്നെ മറ്റൊരു കാര്യം, എന്റെ വീഡിയോസ് കാണുന്നവർ ശ്രദ്ധിക്കേണ്ടത്, എനിക്ക് എന്റെ ഡോക്ടറിന്റെ അഡ്വൈസോടുകൂടി ഞാൻ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. മോസ്റ്റ് പ്രോബബ്ലി നിങ്ങളുടെ ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്യുക, ഇതെല്ലാം പോസിബിൾ ആണോ എന്നുള്ളത്. അപ്പോൾ ഓരോരുത്തരുടെയും ഓരോ പ്രഗ്നൻസി ഡിഫറെന്റ് ആണ്. സോ നിങ്ങളുടെ ഡോക്ടറിന്റെ അഡ്വൈസോടുകൂടി മാത്രമായിരിക്കണം ഒരു ഡയറ്റും എക്സസൈസും എല്ലാം ഫോളോ ചെയ്യേണ്ടത്. എന്റെ ഡോക്ടറിന്റെ അഡ്വൈസ് എന്റെ ഡയറ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഒരു ഡയറ്റീഷ്യന്റെ, ഒരു സീനിയർ ഡയറ്റീഷ്യന്റെ കൺസൾട്ടിങ് കൂടി എനിക്ക് ഇതിനകത്ത് ഉണ്ടായിരുന്നിട്ടുണ്ട്. ഡോക്ടർ അഡ്വൈസ് ചെയ്തിട്ട് ഡയറ്റീഷ്യന്റെ അണ്ടറിലായിരുന്നു എന്റെ ഫുൾ ഒരു പ്രഗ്നൻസിയിൽ ഡയറ്റ് പോയിക്കൊണ്ടിരുന്നത്. കോമൺലി ഞാൻ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എന്റെ ഡയറ്റിൽ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നോർമൽ ഡെലിവറി നോക്കുന്നവര് ബേബിയുടെ വെയിറ്റ് ഇൻക്രീസ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഒരുപാട് ഫുഡ് ക്വാണ്ടിറ്റി കുറയ്ക്കാനും പാടില്ല, ഒത്തിരി ഫുഡ് കൂട്ടാനും പാടില്ല. നമുക്കൊരു മിനിമം ലെവലിൽ ഒരു ഡയറ്റീഷ്യന്റെ സപ്പോർട്ടോട് കൂടി തന്നെ നമുക്ക് മുൻപോട്ട് പോകണം. എല്ലാവരും ഒരു സ്വപ്നവും ആഗ്രഹം ഒക്കെ തന്നെയാണ് ഒരു നോർമൽ ഡെലിവറി എന്നുള്ളത്. പേഴ്സണലി എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. എൻ്റെ ബർത്ത് സ്റ്റോറി കണ്ടവർക്കൊക്കെ അറിയാം, എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഈ ഒരു നോർമൽ ഡെലിവറി എന്നുള്ളത്. അപ്പോൾ ഒരു കൃത്യമായ ഒരു ഡയറ്റിങ്ങിലൂടെ ഒരു എക്സസൈസ് എല്ലാം കീപ്പ് ചെയ്തതുകൊണ്ട് മാത്രമാണ് നോർമൽ ഡെലിവറി പോസിബിൾ ആയത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്തായാലും ഡെലിവറിക്ക് എൻ്റെ കൂടെ കയറിയിരിക്കാം, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാൻ വരയ്ക്കുന്നത്. അപ്പോൾ സീ യു.